നമസ്കാരം. പൊളി ടോക്സിലേക്ക് സ്വാഗതം. നമസ്കാരം. നമ്മുടെ ജയരാജേട്ടൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുന്നത്, ജയരാജേട്ടൻ എന്ന് പറയുന്നത് ചിറ്റപ്പൻ എന്ന് പറയണം, സോറി എൻ്റെ ഭാഗത്തിൻ്റെ തെറ്റാ. ജയരാജൻ ചിറ്റപ്പൻ എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് പാനൂർ മേഖലയിൽ നടന്ന ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ തലയിൽ വെക്കണ്ടെന്നു. പാനൂർ മേഖലയിൽ പാനൂർ അറിയുന്ന എല്ലാവർക്കും അറിയാം, പാനൂരിൽ ബോംബുണ്ടാക്കി വിൽക്കുന്നവരുണ്ട്. അവർക്കങ്ങനെ ഇന്ന പാർട്ടിയൊന്നുമില്ല. അല്ല, ജയരാജൻ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം പുള്ളിക്കാരൻ ഒരു 8 വർഷം മുന്നേ വരെ വ്യാപാരി വ്യവസായി സമിതിയുടെ സംസ്ഥാന ഭാരവാഹിയായിരുന്നു, എന്ന് പറഞ്ഞാൽ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. കച്ചവടത്തെ കുറിച്ച് നന്നായിട്ട് അറിയാം. പിന്നീട് അദ്ദേഹം മന്ത്രി ആയപ്പോൾ അദ്ദേഹത്തിന്റെ വകുപ്പ് എന്തായിരുന്നു? വ്യവസായ വകുപ്പായിരുന്നു. ബോംബ് നിർമ്മാണോ യഥാർത്ഥത്തിൽ ഒരു വ്യവസായ വകുപ്പിന്റെ അണ്ടറിലുള്ള കുടിൽ വ്യവസായമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പാനൂരുകാർ സംഭവിക്കുമെന്ന് അറിഞ്ഞാൽ മതി. അല്ല, പുള്ളി പറഞ്ഞത് പാനൂർ അറിയുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ പ്രത്യേകിച്ചിട്ട് ഈ വിഷുക്കാലത്തൊക്കെ പാനൂർ മേഖലകളിൽ ഇഷ്ടംപോലെ നല്ല വിദഗ്ധമായി ബോംബ് ഉണ്ടാക്കുന്നവരുണ്ടെന്നും. എന്നാൽ പക്ഷേ ഇത് പാർട്ടിക്ക് ബന്ധമില്ല കേട്ടോ. പാർട്ടിക്ക് ഒരിക്കലും ബന്ധമില്ലെന്ന് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞല്ലോ. പാർട്ടിക്ക് ബന്ധമില്ല. മാത്രമല്ല, ഇന്നലെ ഗോവിന്ദ മാഷ് പറഞ്ഞുകൊണ്ട് DYFI ആയിട്ടും നമുക്ക് പാർട്ടിക്ക് ബന്ധമില്ല. അപ്പം ഇങ്ങനെ വെറുതെ ആളുകള് കുറ്റം പറഞ്ഞ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടി നടത്തുന്ന ജയരാജനേക്കാൾ വലിയ തമാശയാണ് ഇന്ന് DYFI നേതാവ് പറഞ്ഞിരിക്കുന്നത്. വസീഫ് ഗംഭീര അടി അടിച്ചിരിക്കുന്നു. DYFIക്കാർക്ക് സ്വതന്ത്ര സംഘടനയാണ്. DYFIക്കാർക്ക് ഏത് പാർട്ടിയിലും പ്രവർത്തിക്കാം. RSPയിലോ CPIയിലോ BJPയും കോൺഗ്രസും പറഞ്ഞു കണ്ടില്ല. ഇടതുപക്ഷ സ്വഭാവം ഉണ്ടാവണം. അതെന്ത് സ്വഭാവമാണെന്ന് മനസ്സിലായില്ല. അത് ഏത് തരത്തിലാണ്? അത് ഇടതുപക്ഷ സ്വഭാവം ഈ ബോംബുമായിട്ടൊക്കെ ചേർന്ന് നിൽക്കുന്ന സ്വഭാവമാണോ? എന്താണ് അതിന്റെ ഉദ്ദേശം എന്ന് മനസ്സിലായില്ല. EP ജയരാജന് പഠിക്കുകയാണോ അതോ വസീഫ് എന്താണ് ഉദ്ദേശം എന്ന് മനസ്സിലായില്ല. EP ജയരാജൻ ഒരു പിൻഗാമിയാണല്ലോ പാർട്ടിയിൽ. കാരണം EP ജയരാജൻ ഇങ്ങനെയുള്ള ഞാനിങ്ങനെ വിചാരിച്ചിരിക്കുന്നു, ഈ ബോംബ് പെട്ടിരിക്കുക. പാർട്ടിയല്ലേ, പാർട്ടി പെട്ടിരിക്കുന്നതെന്ന് മാത്രമല്ല, ഇതിൽ ഓരോ ആൾക്കും ഓരോരോ വാദങ്ങളാണ്. ഇപ്പം സാധാരണ മുൻകാലങ്ങളിലൊക്കെ പാർട്ടി എന്തെങ്കിലും ഇങ്ങനെയുള്ള ഒരു ഇഷ്യൂ ഉണ്ടായാൽ അഭിപ്രായം പറയുന്നതൊക്കെ വളരെ കരുതലോടുകൂടി ഏകോപന സ്വഭാവം ഉണ്ടായിരുന്നു. ഇപ്പോ ഇഷ്ടമുള്ളവരൊക്കെ കയറി പറയുക ഓരോന്ന്. ഇതെന്തിനാ ഇങ്ങനെ പറയുന്നത്? അത് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് നിൽക്കുകയാണ്. അതേ പറഞ്ഞ എന്ത് പറയണമെന്നോ എങ്ങനെ ഇതിനെ പ്രതിരോധിക്കണമെന്നോ അറിയാൻ പറ്റാത്തൊരു നേതൃത്വമായി പോയി. അതാണ് അതിന്റെ പ്രശ്നം. CPM എല്ലാ കാലത്തും ഈ എന്ത് കളവ് പറയുന്നതിനോ അതിന് ഒരു കൃത്യമായിട്ട് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള എല്ലാ സഖാക്കളും ഒരു ഇനിയിപ്പം വളരെ കല്ലുവെച്ച നുണയാണെങ്കിൽ പോലും അത് കറക്റ്റ് ആയിരിക്കും പറയുന്നത്. അതിന് കോൺഗ്രസ്സുകാരാണ് ഇങ്ങനെ കാസർഗോഡ് ഒരു നേതാവ് ഒന്ന് പറയും, അതെ, കൊച്ചിയിൽ വേറൊന്നും പറയും, തിരുവനന്തപുരത്തെ നേതാവ് വേറൊന്ന് പറയും, പിന്നെ ഇവരെ മൂന്നുപേരും തമ്മിൽ അടിക്കും. അത് സമാനമായിട്ട് ഓരോന്ന് പറയാം. അത് ആളുകളൊക്കെ കേട്ട് പൊട്ടിച്ചിരിക്കുന്ന വാദങ്ങളല്ലേ ഇതൊക്കെ. അത് മാത്രമല്ല, ഈ ഇലക്ഷന്റെ ടൈമിൽ യഥാർത്ഥത്തിൽ CPM കുറച്ചും കൂടി ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. പല കാര്യത്തിലും ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. പക്ഷേ ഒരുപാട് വിഷയങ്ങൾ ഒരുമിച്ച് വരുന്ന സമയത്ത് ഇതിനെ കൈകാര്യം ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് CPM എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. പാർട്ടിക്ക് ഒരു എന്തോ തരത്തില് സ്ഥലകാല ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏത് രീതിയിൽ ഇടപെടണം, ഓരോ വിഷയത്തെ ഏത് രീതിയിൽ ഇടപെടണം, ഒരു വിഷയത്തെ ഞാൻ ഇടപെട്ടുള്ള എന്ന് പറയുന്ന പോലെ അവസ്ഥയാണ്. അതെ, ഇത് എങ്ങനെയൊക്കെ ഇടപെട്ടത് ആകെ അളിപിളിയാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ. ഈ EP ജയരാജൻ ഒരു കാര്യം പറയും, ഇതേ വിഷയത്തിൽ തന്നെ നമ്മുടെ AK ബാലൻ വേറൊരു കാര്യം പറയും. അല്ല, ഇതൊക്കെ എന്ത് ലോജിക്കാണ്? അവിടെ ബോംബ് ഉണ്ടാക്കി വിൽപ്പന ഉണ്ടെന്ന് പറഞ്ഞാൽ ബോംബ് ഉണ്ടാക്കാൻ തന്നെ അനുവാദമില്ല. അത് മാത്രല്ല, ഇത് ആരാ പറയുന്നത് നോക്കണം. അവിടെയാണ് വിഷയം. അതായത് കേരളത്തിലെ ഭരണകക്ഷിയായ LDFന്റെ മുന്നണി കൺവീനറാണ് EP ജയരാജൻ. അല്ലാതെ വെറും ഒരു CPMന്റെ നേതാവോ അല്ലെങ്കിൽ ഏതെങ്കിലും വർഗ ബഹുജന സംഘടനയുടെ നേതാവോ ഒന്നുമല്ല. അപ്പൊ EP ജയരാജൻ വർത്തമാനം പറയുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ, പ്രത്യേകിച്ചിട്ട് ഈ ഇലക്ഷൻ സമയത്ത് വലിയ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് EP ജയരാജൻ പറഞ്ഞതെല്ലാം ഈ അടുത്ത കാലത്ത് വലിയ രീതിയിൽ CPMന് ബുദ്ധിമുട്ടായിട്ടുണ്ട്. അതായത് BJPയുടെ സ്ഥാനാർത്ഥികളെ കുറിച്ച് പറഞ്ഞ കാര്യം, അത് വലിയൊരു ബോംബായിരുന്നല്ലോ. അത് കഴിഞ്ഞ് പിന്നീട് വീണ്ടും അതിനെ ന്യായീകരിക്കാൻ വേണ്ടി അദ്ദേഹം എനിക്ക് ഇയാളെ അറിഞ്ഞൂടാ, അയാളെ അറിഞ്ഞൂടാ, ന്യായീകരണം പോലും ഇല്ല. ഇതൊരു ബോബൻമോളി തമാശയായി പോയില്ലേ? ബോംബ് ഉണ്ടാക്കിയ വിൽപ്പനയ്ക്ക് വേണ്ടി ബോംബ് ഉണ്ടാക്കുന്ന സ്ഥലമാണെന്ന് പറഞ്ഞ. അപ്പൊ ഇത് ജയരാജൻ എന്തും പറയാം എന്നുള്ളതാണ്. അതായത് ഇടുക്കിയിലെ MM മണിക്കും കണ്ണൂരിലെ ജയരാജനും എന്തും പറയാം, എങ്ങനെയും പറയാം, എന്ത് അസംബന്ധവും സംസാരിക്കാം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. അല്ല, പക്ഷെ എനിക്ക് മനസ്സിലാത്ത എന്താണ് ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് ഇതൊന്നും
ആളുകൾക്ക് മനസ്സിലാകില്ലെന്നാണ് ഇവർ ധരിച്ചത്. ആളുകൾക്ക് ഇതെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഇത് ഓരോ ഇവർക്കാണോ മനസ്സിലാത്തത്? ആർക്കാണ് ഇവിടെ കുഴപ്പം? ഞാൻ നേരത്തെ പറഞ്ഞത്, ഒന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടിയിട്ട് പാർട്ടിയിൽ തന്നെ ചില നേതാക്കന്മാർ ശ്രമം നടക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പം നമുക്ക് ഒരു VS അച്യുതാനന്ദനൊക്കെ ശക്തമായി ഇരിക്കുന്ന കാലത്ത് അറിയാം CPM-ൽ 2 ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതിന് മുന്നേയും ചില ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ CIT ഗ്രൂപ്പ് എന്നറിയപ്പെട്ടിരുന്നത്, അതുമായി ബന്ധപ്പെട്ടുണ്ടായ കുറെ വിഷയങ്ങൾ, ഈ VS അച്യുതാനന്ദൻ പിന്നെ മാരാരിക്കുളത്ത് തോൽക്കുന്നത് വരെയുള്ള അത്തരത്തിലുള്ള കുറെ വലിയ വലിയ വിഷയങ്ങൾ ഉണ്ടായ ഒരു പാർട്ടിയാണ്. പിന്നീട് നമ്മൾ കണ്ടത് എല്ലാ ആളുകളെയും ഒതുക്കി പിന്നെ ഒറ്റ ഗ്രൂപ്പും ഒറ്റ രീതിയും ഒറ്റ അഭിപ്രായമായിട്ട് പിന്നെ ഒരുമിച്ച് പോകുന്നതാണ്. പക്ഷെ വീണ്ടും CPM-ൽ ഇത്തരത്തിലുള്ള വലിയ വിഷയങ്ങൾ ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുന്നു. ഇതിനകത്ത് വേറൊരു തമാശ ഞാൻ എപ്പോഴും ആലോചിക്കല്ലേ, ഈ ആക്ഷേപഹാസ്യ പരിപാടികളൊക്കെ അവതരിപ്പിക്കുന്ന കാലത്ത് ആഴ്ചയിൽ ഒന്നായിരുന്നല്ലോ, ലാഷൻ ഓർമ്മയുണ്ട്. അത് പിന്നെ ഡെയിലി ആയപ്പോ അന്ന് വലിയ ആശങ്കയായിരുന്നു, ഡെയിലി ഇതിന് മാത്രം വിഭവങ്ങളുണ്ട്. ഇപ്പൊ വന്ന് അത് വേണമെങ്കിൽ ഒരു ദിവസം 3 അവതരിപ്പിക്കാം. രാഷ്ട്രീയക്കാർ അത്തരം തമാശകളാ പറയുന്നത്. ഈ ഇവര് തന്നെയാണല്ലോ ഓരോ സമയത്ത് ഓരോ സാധനങ്ങൾ ഇട്ട് തരുന്നത്. അപ്പം ഇപ്പൊ ജയരാജൻ തന്നെ ഇട്ട് തന്ന, ജയരാജന്റെ മാത്രം നമുക്കൊരു പരമ്പരയാക്കാൻ പറ്റും. ജയരാജൻ ഈ കാലത്തിനിടയിലൊക്കെ പറഞ്ഞ കുറെ തമാശകളും അബദ്ധങ്ങളും ഒക്കെ വെച്ചുകൊണ്ട്. പക്ഷെ CPM-ൽ ആയതുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത്, CPM-ന് ഉന്നതനായ ഒരു നേതാവാണ് എന്നുള്ളത് കൊണ്ട് പലപ്പോഴും ജയരാജനെ ന്യായീകരിക്കേണ്ട അവസ്ഥ പലപ്പോഴും ഈ നേതാക്കന്മാർക്ക് ഉണ്ടായിട്ടുണ്ട്. അതെ, ഈ ഉന്നത നേതാക്കളൊക്കെ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളതൊക്കെ പഠിക്കേണ്ട സമയമായിട്ടുണ്ട്. നമ്മളിപ്പോ EP ജയരാജനെ കുറിച്ച് പറയുമ്പോഴും CPM-ന്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരിക്കുന്ന MV ഗോവിന്ദനും ഏതാണ്ട് ഇതിന് സമാനമായ രീതിയിൽ തന്നെ ഇപ്പൊ പെരുമാറുന്നത്. അതുകൊണ്ട് നമ്മൾ കാണണം. ഇപ്പൊ നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഈ രീതിയിൽ പെരുമാറുന്നത് നമ്മൾ കാണണം. അപ്പം ഒരു പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇപ്പൊ ഇത് ചിലപ്പോൾ പാർട്ടി ആലോചിച്ച് തന്നെ ആവണമെന്നില്ല, DYFI ആയിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞിട്ട് തുടങ്ങി. ഈ സ്ഫോടനത്തെ DYFI ആയിട്ട് പാർട്ടിയായിട്ട് ബന്ധമില്ല എന്ന് പറയുന്നു. പിന്നീട് DYFI തള്ളി പറയുന്നു. പക്ഷെ ഇപ്പോഴും DYFI-ന്റെ ഭാരവാഹികളെ പുറത്താക്കിയിട്ടില്ല. ഈ കേസിൽ അകപ്പെട്ട ആളുകളെ DYFI ഇതുവരെ പുറത്താക്കിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ വസീഫ്, അതുകൊണ്ടാണ് പറയുന്നത് അവര് ഇനി നാളെ അവർ പറയാൻ പോകുന്നതെന്നറിയാം, അവർ RSP-കാരായിരുന്നോ അല്ലെങ്കിൽ അവർ CPI-കാരായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞത് RSP ആയിലുള്ളവർക്കും DYFI പ്രവർത്തിക്കണം. അപ്പൊ UDF-ന്റെ കൂടെ നിൽക്കുന്ന RSP-യിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് DYFI പ്രവർത്തിക്കാവുന്നതാണ് പറഞ്ഞു വരുന്നത്. ഇത് പറയുമ്പോഴാണ് എനിക്ക് പറയൊരു കാര്യം ഓർമ്മ വരുന്നത്. അതായത് നമ്മൾ PDP ഉണ്ടായ കാലം, PDP ഉണ്ടായ കാലത്ത് ഒരുപാട് ആളുകൾ, ഈ PDP-കാരായിരുന്ന ആളുകൾ DYFI-യിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നീട് NDF വന്നപ്പോൾ കുറെ ആളുകൾ, NDF-കാരായ ആളുകൾ DYFI-യിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ ഓർമ്മയിലായിരിക്കാം വസീഫ് പറഞ്ഞിട്ടുണ്ടാവുക. അല്ലാതെ CPI-യുടെ ആളുകള് എന്തായാലും AYF-ലും ASF-ലൊക്കെ വർക്ക് ചെയ്താണ് അവര് CPI-ലേക്ക് എത്തുന്നത്. അവരാരും DYFI ആവാറില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ചെറിയ രാഷ്ട്രീയ ബോധം എനിക്ക് അറിയാവുന്നത്. അതേപോലെ ഇപ്പൊ പ്രേമേന്ദ്രന്റെ കൂടെ നിൽക്കുന്ന RSP, ഷിബുവിന്റെ കൂടെ നിൽക്കുന്ന RSP-കാർക്കും DYFI-ലും പ്രവർത്തിക്കാം, അപ്പുറത്ത്. ഞങ്ങളുടെ ജനാധിപത്യ ബോധവും മതേതര മൂല്യങ്ങളും ഒക്കെ ഉയർത്തിപ്പിടിക്കുന്നവർക്ക് ഞങ്ങളുടെ കൂടെ ആർക്കും പ്രവർത്തിക്കാം. ഈ ഇലക്ഷന്റെ സമയത്ത് ഇത്തരത്തിലുള്ള എന്തും പറയാം, എന്തെങ്കിലും ന്യായീകരിച്ചുകൊണ്ട് രക്ഷപ്പെടാം എന്ന് വിചാരിക്കുന്നതാണ് CPM എപ്പോഴും പോയി കുഴിച്ചാടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അവസാനം ഇത്രയൊക്കെ ആയിട്ട് അവസാനം കൊണ്ടുപോയി കുഴിച്ചാടുന്നത് ഇതുകൊണ്ടാണ്. അപ്പൊ ചോദിക്കും, കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ വലിയ ഭൂരിപക്ഷം കിട്ടിയല്ലേ, 99 സീറ്റൊക്കെ കിട്ടി, തുടർഭരണം ഉണ്ടായതല്ലേ എന്നൊക്കെ പറയുമ്പോഴും ചില പ്രതിസന്ധി ഘട്ടത്തിൽ CPM-നും അതുപോലെ തന്നെ DYFI-ക്കൊക്കെ വലിയ രീതിയിൽ നേതാക്കൾ എപ്പോഴും പഠിക്കേണ്ട ഒരു കാര്യം ഈ മിണ്ടാതിരിക്കാനും പഠിക്കും. മൗനം, അതൊരു ലീഡർഷിപ്പിന്റെ ക്വാളിറ്റിയാണ്. മിണ്ടാതിരിക്കാൻ പഠിക്കുക എന്നുള്ളത്. അതിലാണ് ഇവര് മൈക്ക് കാണുന്നിടത്ത് എന്തും പറയുക, എന്ത് പൊട്ടത്തരങ്ങളും പറയുക, അതൊക്കെ കേട്ട് ആളുകൾ ചിരിക്കുകയാണെന്നുള്ള ബോധ്യമെങ്കിലും ഇവർക്കുണ്ടാകണ്ടേ. EP ജയരാജൻ യഥാർത്ഥത്തില് ഒരു മൈക്കിന് മുന്നിൽ വരുന്നു എന്ന് പറഞ്ഞാൽ ഒരു 5-6 ദിവസത്തേക്കുള്ള വക മാധ്യമങ്ങൾക്ക് കൊടുക്കുക, ജനങ്ങൾക്ക് ചിരിക്കാനുള്ള വക ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. ബോംബ് ഉണ്ടാക്കി വിൽക്കാറുണ്ടെന്ന് പറയുന്നത്. അല്ല, അത് ആ പ്രദേശത്തുള്ള ആളുകൾക്ക് അതിനെക്കുറിച്ച് കൃത്യമായി ബോധ്യമുണ്ടെന്ന് കൂടെ പറഞ്ഞു. ആ പ്രദേശത്തുകാരുടെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ചു. ഈ പറയുന്ന ബോംബ് സ്ഫോടനം നടന്ന പാനൂര്, ആ ഏരിയ വലിയ ഏരിയ, കൊളവല്ലൂർ, പാനൂര് എന്നൊക്കെ പറയുന്നത് വലിയൊരു ഏരിയയാണ്. ഏതാണ്ട് പഴയ പെരിങ്ങളം നിയോജകമണ്ഡലമാണ്. ഈ പെരിങ്ങളം നിയോജകമണ്ഡലത്തിൽ, പഴയ പെരിങ്ങളം നിയോജകമണ്ഡലത്തിലുള്ള പാർട്ടിക്കാരുടെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും? അല്ല, ഈ ഇപ്പൊ തന്നെ ഈ നമ്മുടെ ഈ കിഴക്കൻ മേഖലകളിൽ ഈ കാട്ടുമൃഗങ്ങളുടെ ശല്യം വന്നു കഴിഞ്ഞിട്ട് അവിടെ നിന്നുള്ള ഈ സാമൂഹ്യ പ്രവർത്തകരൊക്കെ പറയുന്നത് അവിടെ വിവാഹാലോചനകൾ മുടങ്ങുന്നു എന്നുള്ള വലിയ വാർത്ത, ഭയങ്കരമായ വാർത്ത. ഇത് പാനൂർ ഏരിയയില് പാനൂർ ഏരിയയിൽ ഈ പ്രശ്നം നേരത്തെ ഉണ്ടായിരുന്നു.
അല്ല അതിപ്പോ ബോംബ് നിർമ്മിക്കുന്ന സ്ഥലമാണ് വിൽപ്പന നടത്തുന്നവരാന്ന് പറഞ്ഞാൽ. അതുപോലെ ഈ പെണ്ണിന്റെ അച്ഛനെന്താ ജോലി എന്ന് പറയുമ്പോൾ അദ്ദേഹം വലിയ ബോംബ് നിർമ്മാതാവാണ്, വ്യവസായിയാണ്, ബോംബ് നിർമ്മാതാവാണ്. ചെറുക്കൻ എന്താ പറയുക, ചെറുക്കനും ബോംബ് നിർമ്മാതാവാണ്. ഓ അത് ശരി, എന്നാ പിന്നെ നമുക്ക് രണ്ടും കൂടി ചോദിച്ചാൽ വലിയ വ്യവസായ ഗ്രൂപ്പ് ഉണ്ടാക്കാലോ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പക്ഷെ ഇതിപ്പം ശരിക്കും ചിത്രവിചിത്രമാണ്, അത്രയേ ഉള്ളൂ പറയാൻ.